മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. വള്ളത്തോളിൻ്റെ ഈ വരികൾ അനർത്ഥമാക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ ഇന്നെങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? നമ്മൾ ഇടുക്കി ജില്ലയിലെ വളരെ ചെറിയൊരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഇടുക്കിയുടെ ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് തേക്കടി, മൂന്നാർ, കാന്തല്ലൂർ, വട്ടവട എന്നിവയല്ലേ? പക്ഷേ ഇടുക്കിയിൽ വരുന്നവർ ഒരിക്കലും ഇടുക്കി ഡാം കാണാതെ പോകാറില്ലല്ലോ. നമ്മൾ ഇടുക്കി ഡാമിലേക്ക് തൊടുപുഴ വഴിയാണ് പോകുന്നതെങ്കിൽ ആ പോകുന്ന വഴിയിൽ ചുരം കയറിയ ക്ഷീണമൊക്കെ ഒന്ന് അകറ്റാനും വിശ്രമിക്കാനും എൻജോയ് ചെയ്യാനുമൊക്കെ സാധിക്കുന്ന ഒരു മനോഹരമായ വ്യൂ പോയിന്റിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇപ്പോൾ നമ്മൾ പാറമടയിൽ നിന്ന് ഉപ്പുകുന്നിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. മഴ പെയ്തതിനാൽ വേനലായിട്ടും ഇരുവശത്തും നല്ല പച്ചപ്പായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഇരുവശത്തും കാടാണ് കേട്ടോ. ആനയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഹായ് ഗൈസ്, എത്ര മനോഹരമാണെന്ന് നോക്കൂ. നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പാറമടയിൽ നിന്നും വെറും 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ ഉപ്പുകുന്നിലേക്ക്. ഈ കാണുന്നത് ഒരു നിരപ്പായ സ്ഥലമാണ്. ഇവിടെ ഇറങ്ങി ഫോട്ടോസും റീൽസുമൊക്കെ എടുക്കാൻ നല്ലൊരു സ്പോട്ടാണ്. ഇത്തിരി ലേറ്റായെന്നാണ് തോന്നുന്നത്. നിങ്ങളെ വ്യൂ പോയിന്റിൽ നിന്ന് സൂര്യാസ്തമയം കാണിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇതേത് വ്യൂ പോയിൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയണ്ടേ? വരൂ. ഇതാണ് ഉപ്പുകുന്ന് വ്യൂ പോയിന്റ്. വെൽക്കം ഉപ്പുകുന്ന് വ്യൂ പോയിന്റ്. ഇതാണ് ആ മനോഹരമായ വ്യൂ പോയിന്റ്. നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് മലനിരകൾ തട്ട് തട്ടായി പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കയറിപ്പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഈ മരങ്ങൾക്കിടയിൽ നിന്ന് നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാനും സാധിക്കും. ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു പോസാണ് കേട്ടോ. ഇനി നമുക്ക് പതിയെ മേളിലേക്ക് കയറി ചെന്ന് നോക്കാം. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ മേളിലേക്കൊക്കെ കയറി ചെല്ലുന്നത്. ഇതുവഴി കയറി ചെന്നാൽ സൂര്യോദയം സൂര്യാസ്തമയം ഒക്കെ കാണാമെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കും ഒന്ന് കയറി ചെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് സൂര്യാസ്തമയം മുഴുവനായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചില്ല. എന്നാലും ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഇതൊരു വലിയ ഗർത്തമാണ് കേട്ടോ. ഡിസംബർ ജനുവരി മാസത്തിൽ എപ്പോൾ ഇവിടെ വന്നാലും ഇവിടെ മഞ്ഞ് മൂടിയായിരിക്കും കിടക്കുക. ഇവിടെ സേഫ് ലൈൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളായി വരുന്നവർ ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ. ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ അടുത്തുള്ള ഇതേപോലത്തെ നല്ല നല്ല സ്ഥലങ്ങൾ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരെയും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.